ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്ക് നമുക്കിതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മയോണൈസ് ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ക്യാബേജ് വളരെ കനം കുറച്ചരിഞ്ഞത് 2 കപ്പ് ചേർക്കാം. വളരെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1/3 കപ്പ് കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ മിക്സ് ഒരുപാട് വെള്ളമായി പോയാൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്നിട്ട് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഇതുപോലെ ആവശ്യത്തിന് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഈ കാണുന്നത് പോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സാൻഡ്വിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളുണ്ടാക്കിയ മിക്സ് വെച്ച് ഇതുപോലെ 10 എണ്ണം തയ്യാറാക്കി എടുക്കാം. ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടിൽ രുചിയോടെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരി തീരെ ഇല്ലാത്ത മുളക് പൊടിയാണ്. ഇത് നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പനീർ 200 ഗ്രാം കൂടി ചേർക്കാം. ഇതേപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല സൗകര്യമായിരിക്കും. ഇനിയും പനീർ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഈ മസാലയൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മസാലയും പനീറും കൂടി നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് തിളച്ച എണ്ണയിലേക്കല്ല നമ്മൾ പനീർ ഇടുന്നത്, എന്നാൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 3 മിനിറ്റോളമായി. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. പനീർ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതൊരെണ്ണം എടുത്തൊന്ന് മുറിച്ച് നോക്കാം. പുറം നല്ല ക്രിസ്പായിട്ടും അകം നല്ല സോഫ്റ്റായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫ്രൈയും ബ്രെഡ് സാൻഡ്വിച്ചും തയ്യാറായി കഴിഞ്ഞു. ഇതിനി നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.